രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് വി.ഡി. സതീശൻ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ ആ ഒരു ബഹുമാനം പോലും ഇടതുപക്ഷമോ അല്ലെങ്കിൽ കമ്മികളോ നൽകിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. വി.ഡി. സതീശനെ പൂട്ടാനും രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനും പല തന്ത്രങ്ങളാണ് CPM പയറ്റിയിരുന്നത്. പ്രളയ ദുരിത ബാധിതരെ സഹായിക്കാനായി വി.ഡി. സതീശൻ പുനർജനി എന്ന പേരിൽ രൂപം നൽകിയ സൊസൈറ്റിക്ക് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് പണപ്പിരിവ് നടത്തിയെന്നും CPM ആരോപിച്ചു. കൂടാതെ ആ കേസ് CBIക്ക് വിടാൻ ഒരു ശ്രമമുണ്ടായി. CBIയെ കിട്ടാത്തതിനാൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. സതീശൻ ധരിക്കുന്നത് 3 ലക്ഷം രൂപ വിലയുള്ള ഷൂസ് ആണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ CPMന്റെ സൈബർ അനുകൂലികൾ പ്രചരിപ്പിച്ചു. ഷൂ 5000 രൂപയ്ക്ക് നൽകാമെന്ന് വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. ഷൂവിന് 9000 രൂപയെ വിലയുള്ളൂ. വിദേശത്ത് അതിനേക്കാൾ വില കുറവാണ് ഷൂവിന്. 3 ലക്ഷം രൂപയെന്ന് പ്രചരിച്ചവർക്ക് ഒരു 1000 രൂപ കൂടി കുറച്ചു തന്നേക്കാം, എന്നാലും തനിക്ക് ലാഭമാണെന്ന് സതീശൻ വീണ്ടും പറഞ്ഞു. അഹമ്മദാബാദിൽ AICC സമ്മേളന സ്ഥലത്ത് സതീശൻ ധരിച്ച ഷൂവിന് 3 ലക്ഷം രൂപ വിലയുണ്ട് എന്നായിരുന്നു വീണ്ടും പ്രചാരണമുണ്ടായത്. നുണേഷൻ എന്നും വിളിച്ചായിരുന്നു സതീശനെ സോഷ്യൽ മീഡിയയിൽ CPMകാർ ആക്ഷേപിച്ചത്. CPMന്റെ മാത്രമല്ല BJPയുടെയും NDAയുടെയും കടുത്ത ശത്രുവാണ് സതീശൻ. സംഘപരിവാറിനെ അതിരൂക്ഷമായും നിരന്തരമായും വിമർശിക്കുന്നത് സതീശന്റെ പതിവാണ്. സംഘപരിവാർ പ്രവർത്തകർ ശത്രുവായി കാണുന്ന സതീശനെതിരെ സൈബർ ആക്രമണങ്ങൾ പതിവാണ്. വർഗീയതയെ അതിരൂക്ഷമായി എതിർത്തതിന് സമുദായ നേതാക്കളുടെയും എതിർപ്പ് സതീശന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വർഗീയത ഏത് കൊലകൊമ്പൻ പറഞ്ഞാലും എതിർക്കുമെന്നും അക്കാര്യത്തിൽ ആരെയും പേടിയില്ല തന്റെ നിലപാടുകളിൽ നിന്ന് ഒരു കാരണവശാലും പിന്നാക്കം പോവുകയില്ല എന്ന് സതീശൻ വ്യക്തമായി തന്നെ ഒരു നിലപാടെടുത്തു. ഇതിന്റെ പേരിൽ എന്തു വിളിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല എന്ന് സതീശൻ പൊതുമധ്യയെ വിളിച്ചു പറഞ്ഞു. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ആരും വർഗീയ നീക്കം നടത്തിയാലും എതിർക്കുമെന്ന് UDFന്റെ നിലപാടിനെ മതേതര കേരളം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അവസരവാദ നിലപാടുകളിലൂടെ 8 കാലി മമ്മൂഞ്ഞിനെ പോലും നാണിപ്പിക്കുന്ന വാദങ്ങളാണ് പിണറായിയും കൂട്ടരും നടത്തുന്നത്. പിണറായിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയെന്നും പറയാനാകില്ല. പഴയ ചാക്കിന് കുറച്ചുകൂടി ഉറപ്പുണ്ട്. എല്ലാം ശരിയാക്കിയെന്ന ബോർഡ് മാത്രമേ കേരളത്തിൽ ഉള്ളൂവെന്ന് സതീശൻ പറഞ്ഞിരുന്നു. അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പകരം കൃത്യമായ പ്ലാനിങ്ങും സുതാര്യതയും സ്വകാര്യ മേഖലയിലെ അച്ചടക്കവും കൂട്ടിച്ചേർന്ന ഒരു ഭാവി സജ്ജമായ ഭരണകൂടമായിരിക്കും ഇനി വരുന്നതെന്ന് സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുവാക്കളെ നാട്ടിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വകുപ്പ് രൂപീകരിക്കും. അത് യുവാക്കളുമായി ബന്ധപ്പെട്ട വകുപ്പായിരിക്കും എന്നത് സതീശൻ ഊന്നി പറയുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് നിലവിലെ പാഠ്യപദ്ധതികൾ പെട്ടെന്ന് കാലഹരണപ്പെടുകയാണെന്നും സതീശൻ പറയുകയാണ്. ഇത്തവണ സതീശനെ പരവൂരിൽ തോൽപ്പിക്കാൻ LDF കഠിനമായി തന്നെ ഓരോ ശ്രമങ്ങളും നടത്തിയിരുന്നു. പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെ വമ്പന്മാരെ എതിരാളിയാക്കിയെങ്കിലും സതീശനെ തോൽപ്പിക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല. ഇക്കുറി സീറ്റ് ഏറ്റെടുക്കാൻ CPM ശ്രമിച്ചെങ്കിലും വിട്ടുകൊടുക്കാൻ CPI തയ്യാറായില്ല. നിരവധി പേരെ പരിഗണിച്ച ശേഷമാണ് കയ്പമംഗലത്തെ MLAET ടൈസർ മാസ്റ്ററെ മത്സരിപ്പിക്കാൻ CPI തീരുമാനിച്ചത്. പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരന്തരം പ്രവർത്തിച്ച സതീശനെ തോൽപ്പിക്കാൻ CPM കടുത്ത നീക്കങ്ങളാണ് നടത്തുന്നത്. സതീശൻ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യം 10 വർഷം പിണറായി സർക്കാരിന്റെ ഭരണത്തിലുണ്ടായ സകല അഴിമതികളും, അതായത് മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള അഴിമതികൾ, ഇടയ്ക്കിടയ്ക്കുള്ള പിണറായിയുടെ സ്വകാര്യ ദുബായ് സന്ദർശനം, അമേരിക്ക സന്ദർശനം അടക്കം കംപ്ലീറ്റ് അഴിമതി ഫയലുകളും ആദ്യം എടുത്തുകൊണ്ടുവരാനായിട്ടുള്ളൊരു നിർദ്ദേശമായിരിക്കും പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിക്കാൻ പോകുന്നത്. അങ്ങനെ ജയതിലകന് ഇനി 1 മാസം മാത്രമേ ഇനി ആ ചീഫ് സെക്രട്ടറി കസേരയിൽ ഇരിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ വിരമിക്കും. അപ്പോൾ ജയതിലക് എല്ലാ ഫയലുകളും എടുത്തുകൊണ്ട് വയ്ക്കുമ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഈ മാസം തന്നെ വി.ഡി. സതീശൻ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.